ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസൊക്കെ ഇല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഐറ്റംസൊക്കെ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഐറ്റംസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നല്ലേ, ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം കേട്ടോ. ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിതുപോലെയുള്ള ഹാൻഡ് ക്രാഫ്റ്റ് വർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ ഇങ്ങനെ പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളും കൂടി ആയതുകൊണ്ട് ഇങ്ങനത്തെ എന്തൊക്കെയോ ഐഡിയാസൊക്കെ ഇങ്ങനെ ചെയ്ത് വരും. അങ്ങനത്തെ കുറച്ച് പേപ്പറൊക്കെ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പർ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയും പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2 പേപ്പർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മുമ്പൊക്കെ ഞാൻ കുറേ ഇതുപോലെ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ബിസിയൊക്കെ ആയി ഇതുപോലെ ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടാറില്ല. പിന്നെ ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ഒക്കെ ആയത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ കാര്യമായ സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കിനൊക്കെ ആശ്രയിക്കാറുള്ളത്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയില്ലേ, നമ്മൾ ആ ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെ പെട്ടെന്ന് എനിക്ക് റിലീഫാകാനും അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് നമ്മളൊരു നല്ല ഹാപ്പിനെസ് ആവാനൊക്കെ എനിക്ക് ഇത് ഹെൽപ്ഫുള്ളാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾക്കൊരു സ്വയം തൊഴിലെന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണിത്. നമ്മളൊരു ബിസിനസ്സൊക്കെ ആയിട്ട് കൊണ്ടെടുക്കുകയാണെങ്കിലും അങ്ങനെയും നമുക്കിതൊക്കെ കുറച്ച് ഇതായിട്ടും ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഒരു പേപ്പർ ഇതുപോലെ എടുത്ത് അതിനത് ഇത്ര ഈ ഒരു അളവിലാണ് ഞാനിത് ഫോൾഡ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു പേപ്പർ ഇതുപോലെ 4 ഇതായി മടക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ ഇത്രയും വീതിയിൽ മതി നമുക്കിതിൻ്റെ ആ ഒരു എന്താ പറയില്ല, അളവ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതങ്ങനെ കറക്റ്റ് കളവൊന്നും പറയാനറിയില്ല. പക്ഷേ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പേജ് പേപ്പർ ഇതുപോലെ 4 മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എളുപ്പം മണിക്കും വേണ്ടി കുറച്ചധികം പേപ്പർ ഒന്നിച്ച് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ പണിയൊക്കെ കഴിഞ്ഞിട്ടും അങ്ങനെ ഇപ്പം എല്ലാ പേപ്പറും ഇതുപോലെ കറക്റ്റ് അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതിനൊക്കെ ഒരു സ്റ്റിക്ക് പോലെ ആക്കി എടുക്കണം. അപ്പോൾ അതിനായി ഇതിപ്പോൾ ഞാനൊരു പെൻസിൽ വെച്ചിട്ടാണ് ഇതിനെ റോൾ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇതിനെ പതുക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ ഇതിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു എന്താ പറയില്ലേ തിക്നെസ്സിലായിരിക്കും ഇത് നമുക്കായി കിട്ടുക ഈ ഒരു സ്റ്റിക്ക്. ഇനി ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ ഇതിനേക്കാളും കുറച്ച് കട്ടി കുറഞ്ഞ സ്റ്റിക്കൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കിതിങ്ങനെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള റോളായിട്ടും കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം 2 രീതിയിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതിപ്പം ഇതുപോലെ കുറച്ച് സ്റ്റിക്കൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതുപോലെ ഇതിനെ ഒന്ന് ഈ റോളിനെ ഇങ്ങനെ ഒന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഷേപ്പാക്കി എടുക്കണം. കാരണം നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് വേണ്ടിയിട്ട് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൈവച്ച് ശരിക്കും അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ ചെറിയൊരു ഈർക്കൽ വെച്ച് ഞാനിതിനൊന്ന് റോൾ ചെയ്ത് പതുക്കെ ചെയ്തെടുക്കുകയാണുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നുള്ളത്. അപ്പോൾ ഇത് സാവധാനം നമ്മളിങ്ങനെ നല്ല ക്ഷമയോട് കൂടി ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ കൈവച്ച് ഇതുപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിങ്ങനെ ടൈറ്റായിട്ട് വേണം ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു ഈർക്കിൽ ഇങ്ങനെ ഇടയിൽ വെച്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈവച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് കൈ കൊണ്ട് തന്നെ ഫസ്റ്റിൽ ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങനെ വരാം. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വരാം. കണ്ടില്ല, ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പതുക്കെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് വേണം പോകാൻ. അപ്പോൾ അതിങ്ങനെ ശരിക്കും അവിടെ ഒരു സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് വലിച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ടൈറ്റായിട്ട് നമുക്കത് കിട്ടും.
അങ്ങനെ ഇപ്പം ഇതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നെക്സ്റ്റ് അടുത്തൊരു സ്റ്റിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇതുപോലെ ഗ്ലൂ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു സ്റ്റിക്ക് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് അതാടെ ഒന്ന് ലോക്കാക്കി കൊടുക്കാം. കുറച്ചിങ്ങനെ നമ്മൾ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാടെ ഉള്ളിലേക്ക് പോയി ലോക്കായി നിൽക്കും. പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ റോളാക്കി വരാം. ഇതിപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കാരണം ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ലൂസായി പോകാൻ പാടില്ല, നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിതിങ്ങനെ റൗണ്ട് ആക്കി എടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ ഓരോ സ്റ്റിക്കും ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ ഇങ്ങനെ ചുറ്റി വരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാൻ മറക്കരുത്, കാരണം അതവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമല്ലോ, ഇല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ ഊരിപ്പോവും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ ഒക്കെ ആക്കി കൊടുത്ത് പതുക്കെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ ഇതിങ്ങനെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒറ്റ ഇരിപ്പിലൊന്നും അങ്ങനെ ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് അവിടെ നമ്മൾ എവിടെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആടം വെച്ച് നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി. ക്ലിപ്പിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിന്നോളും. പിന്നെ നെക്സ്റ്റ് നമ്മൾ എപ്പോഴാണ് ഫ്രീ ആകുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു സാധനം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു ബേസാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വേറെ ജോലി ഉള്ളതുകൊണ്ട് ഈ സമയം ഞാനിപ്പം അതിനവിടെ ഒരു ക്ലിപ്പിട്ട് വെച്ച് ഇത് കാണുന്നതാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുമ്പോഴും ആദ്യം ചെയ്തെടുക്കേണ്ട ബേസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐഡിയക്കനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒരു ബേസ് ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ബേസ് എനിക്കെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വാളിൽ ഒരു ഷോ പീസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണിത്. അപ്പോൾ അതിൽ ഞാൻ എനിക്കിഷ്ടമുള്ള കളറും ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയാസും ക്രിയേറ്റിവിറ്റിയൊക്കെ പോലെ ഇരിക്കും. അങ്ങനെ ഇപ്പോൾ ഞാനിത് ഇതുപോലെ ചെയ്തു. അപ്പം നമ്മൾ ഏതൊരു സാധനം ഉണ്ടാക്കണമെങ്കിലും ആദ്യം ഇതുപോലൊരു ബേസ് ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ബേസിൻ്റെ വീതി കൂടുന്നതിന് നമ്മൾ ഈ റൗണ്ട് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെ പിന്നെ സൈസും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ചെറിയ ബൗളാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതുപോലൊരു ബേസ് ഉണ്ടാക്കി അതിൽ നിന്ന് ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ വീതിയും കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ സൈസും നമുക്ക് വലുതും ചെറുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബൗളാണ്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു മൂടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ കിച്ചണിൽ ഇതെങ്ങനെ ഫ്ലവർ വേസും അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്കിത് നമ്മൾ ഐഡിയ അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ കപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ വെച്ചൊരു ഷോ പീസായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ സാധനത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഇതൊരു വാൾ ഹാങ്ങിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സൊക്കെ കൊടുത്ത് അതിനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ വീട്ടമ്മമാർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ്. അതുപോലെ സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ഇനി ഞാൻ കാണിച്ച ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളില്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ അതും കൂടി പറയാം. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാനിതാ ചെയ്തെടുത്ത കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു കിടിലൻ വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.